ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം സവിത, ഒരുപാട് സങ്കടത്തോടെയാണ് ഞാനിത് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ഭഗവാന്റെ നാമങ്ങൾ ഒരുപാട് ചൊല്ലാറുണ്ട്. മിക്ക ദിവസങ്ങളിലും നാരായണീയം വായിക്കാറുണ്ട്. ചില ഏകാദശികളിൽ അമ്പലത്തിൽ പോയി സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിൽ പങ്കെടുക്കാറുണ്ട്. എന്നിട്ടും എപ്പോഴും ഓരോ അസുഖങ്ങളാണ്. ജ്യോത്സ്യന്റെ അടുത്ത് പോയപ്പോൾ ഗുരുവായൂരപ്പന്റെ സഹായം ഇല്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഗുരുവായൂരപ്പന്റെ സഹായം ഇല്ല, അതെങ്ങനെയാ വരിക? ഒരു നാമം ജപിച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നാരായണീയം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യമാണെന്ന് എപ്പോഴും പറയാറുണ്ട് ആചാര്യൻ. ഈ നാരായണീയം വായിക്കുന്നവരുടെ മുമ്പിൽ ഒരു 3 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനായിട്ട് ഓടി വന്നിരിക്കാറുണ്ട് അത്രേ. അങ്ങനെ നാരായണീയം ചൊല്ലുന്ന ഒരമ്മയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അത് വെറുതെ വിചാരിക്കുകയാണ്. എല്ലാ ജ്യോതിഷ പ്രവചനങ്ങളും എപ്പോഴും സത്യമായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇടയ്ക്ക് അവർക്കും ചില ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാറില്ലേ? അങ്ങനെ സംഭവിച്ച ഒരു അപരാധമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഗിരിജമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂരപ്പനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അമ്മ എന്നും നാരായണനാമം ചൊല്ലിക്കോളൂ. മുടങ്ങാതെ ഒരു 108 തവണയെങ്കിലും നാരായണനാമം ചൊല്ലിക്കോളൂ. ഒപ്പം നാരായണീയം വിടാതെ പിടിച്ചോളൂ കേട്ടോ. അസുഖങ്ങൾ മാറാൻ നാരായണീയത്തെക്കാൾ വലിയൊരു ഔഷധം ഉണ്ട് എന്ന് തോന്നുന്നേ ഇല്ല. നാരായണീയം കൈവിടാതെ മുറുകെ 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 പിടിച്ചോളൂ. എല്ലാ അസുഖങ്ങളും മാറി സമ്പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ആയുർ ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.